ഹലോ ഗീതാ ഗോപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിഞ്ഞ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ തുടങ്ങാം. വളരെ ഈ ചുരുക്കത്തിൽ പറയാം. ഇന്ന് സത്യത്തിൽ പറയുകയാണെങ്കിൽ ഫുൾ ഫ്ലാഷ് ബാക്കാണ്. ഗോവിന്ദ് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയും. അതായത് രഞ്ജുവിൻ്റെ രോഗം ഗീതുവിനോടും രാധികാമ്മയുടെ എല്ലാവരോടും തുറന്നു പറയും. അവൾക്കിങ്ങനെ രോഗമാണ്, അതായത് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സെൽസ് അവളുടെ ശരീരം എന്താ പറയുക ഉണ്ടാക്കുന്നില്ല, അതിൻ്റെ ഒരു രോഗമാണ്. പക്ഷേ ഈ രോഗത്തെക്കുറിച്ച് അവൾക്കറിയാമെന്ന് രാധികാമ്മ ചോദിക്കും. അപ്പോൾ പറയില്ല, അവൾക്കറിയില്ല. ഈ രോഗികൾ അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക ഡിപ്രഷൻ, നിരാശയാവും. അതുകൊണ്ട് ആ രോഗം ശരീരത്തെ കീഴടക്കും. അതുകൊണ്ട് അറിയാതിരിക്കുന്നത് നല്ലത്. അവൾക്കിതറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഭയങ്കര സങ്കടമാവും. എന്നിട്ട് ഓരോരോ ഇൻസിഡൻറ്റ് ഇങ്ങനെ പറയും. അതായത് ഗീതുവിനോട് ഇങ്ങനെ പറയും, അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്തതല്ല, അതിന് അവിടെ എന്താ നടന്നതെന്ന് നിനക്ക് അറിയുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലാഷ് ബാക്ക് പോവും പറയും. അതായത് അന്ന് അവിടെ നടന്നുകൊണ്ടിരുന്നത് രഞ്ജു അവളെ കാണില്ലല്ലോ, അവൾ ഗോവിന്ദനെ മാത്രമേ കാണുള്ളൂ. രഞ്ജുവിൻ്റെ ബാക്ക് ഭാഗം അവൾ കാണുള്ളൂ. അപ്പോൾ രഞ്ജു ഇങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജുവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും പാനിക്കാവും. ഗോവിന്ദ് ഇങ്ങനെ തുടച്ചു കൊടുക്കും. അപ്പോൾ തുടച്ചു കൊടുക്കുന്നൊക്കെയല്ലേ ഇവൾ കാണുള്ളൂ, തെറ്റിദ്ധരിക്കുമല്ലോ. ബ്ലഡ് വന്നുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എന്നിട്ട് പിന്നെയും ബ്ലഡ് വരാൻ തുടങ്ങുമ്പോൾ അവർ നേരെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ എന്താ പറയുക ചേർത്ത് പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതൊക്കെ ഇവൾ കാണുള്ളൂ. ഇപ്പോൾ തെറ്റിദ്ധരിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഗീതു പറയും, ഞാൻ തെറ്റിദ്ധരിച്ച് പോയതാണ്, സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ പിഴയാണ്, എൻ്റെ തെറ്റ് മാത്രമാണെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, നിൻ്റെ അല്ല, ഇത് ദൈവത്തിൻ്റെ തെറ്റാണ്, നമ്മൾ മനുഷ്യന്മാരുടെ തെറ്റല്ല, ദൈവത്തിൻ്റെ തെറ്റാണെന്നൊക്കെ പറയും. ഞാനിവളെ അവളുടെ ഫാമിലി അവളുമായിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കുകയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഈ സമയം അവൾക്ക് നല്ലോണം കെയർ വേണ്ട സമയമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവൾക്ക് നല്ല സന്തോഷമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ അവളിവിടെ നേരിട്ടുകൊണ്ടിരുന്നത്, ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരുന്നത് ഭയങ്കര എന്താ പറയുക മത്സരമായിരുന്നു അവളിവിടെ നേരിട്ടുകൊണ്ടിരുന്നത്. നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഓരോരുത്തരും അവളെ എന്താ പറയുക പുറത്തുനിന്നുള്ളൊരു ആളായിട്ട് തന്നെയാണ് കണക്ക് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദ് പറയും. അപ്പോൾ നമ്മുടെ കാഞ്ചന പറയും, രഞ്ജു പാപ്പ ഇവിടെ നല്ല ജോളിയായിട്ട് തന്നെയാണ് ഇരുന്നതെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, എവിടെ ജോളിയായിട്ടല്ല, അവൾ വന്നന്ന് മുതൽ എല്ലാവരും അവളോട് കൈകോർക്കാൻ നിന്നതാണ്. അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യം വിഷ് ചെയ്തത് അവൾ തന്നെയാണ്, അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. പിന്നെ അന്ന് ബർത്ത്ഡേക്ക് പാട്ട് പാടുത്ത് രഞ്ജു പറഞ്ഞിട്ട് തന്നെയാണ്. രഞ്ജുവിന് വേണ്ടി മാത്രം, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പാട്ട് പാടിയത്. പക്ഷേ അന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കല്ല് കടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു. നിങ്ങൾക്കതൊന്നും ബോധിച്ചിട്ടില്ലെന്നറിയാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നറിയാം എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പറയും. അന്നും അവളുടെ വിശ്വരൂപം പുറത്തെടുത്തു. ആ ഡാൻസ് കളിക്കുന്നുണ്ടൊക്കെ അവർ ലാസ്റ്റ് അവളിങ്ങോട്ടേക്ക് പോയല്ലോ, അവൾക്ക് തല ചുറ്റുന്ന പോലെ ആയിട്ട്. അപ്പോൾ അത് ഈ രോഗലക്ഷണമായിരുന്നു. അതുകൊണ്ട് ഗീതു ജയിച്ചു. എന്നിട്ട് റൂമിൽ പോയിട്ട് ഇങ്ങനെ മൂക്കുന്നും വായിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങി. എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ തുടങ്ങി അവൾ പക്ഷേങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ രോഗമാണ്, സത്യം പറ ഗോവിന്ദേട്ടാ, ഡോക്ടർ എന്താണെന്ന് പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. മോണയിൽ നിന്ന് അനീമിയ ആയതുകൊണ്ടാണ് ചോര വരുന്നതെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, എന്തോ ഉണ്ട്, കുഴപ്പമുണ്ട്, അല്ലാതെ 2 മണിക്കൂർ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഡാൻസ് കളിച്ചപ്പോൾ ഇങ്ങനെ ക്ഷീണിച്ചു പോയി, തോറ്റുപോയതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ ഡോക്ടറോട് കുഴപ്പമില്ലെന്ന് പറയുന്നു, നീയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ട് ഗീതയോടും ഇങ്ങനെ പറയും, ഞാൻ അന്ന് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുറേ പാടുപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഗോവിന്ദ് പറയും, ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവളോട് ദേഷ്യമൊക്കെ കാണിക്കുകയാണോ വേണ്ടത് നിങ്ങൾ പറയാമെന്ന് പറയും. അപ്പോൾ ഗീതു പറയും, ഗോവിന്ദേട്ടൻ കണ്ണേട്ടൻ ചെയ്തത് തന്നെയാണ് ഏറ്റവും ശരി, ഇത്രയും നന്മയുള്ള കാര്യം ചെയ്യുന്നതെന്ന് നമുക്കൊരിക്കലും അറിയില്ലായിരുന്നു, സോറി, ഞങ്ങളാണ് കൈകൂപ്പി മാപ്പ് ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നിന്നോടൊന്ന് പറഞ്ഞില്ലേ ഗീതു, അനുവാദമില്ലാതെ നമ്മുടെ ഇടയിലേക്ക് കയറി വന്നവളാൾ, ഒരിക്കലും യാത്ര ചോദിക്കാതെ പോകുമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലെന്നൊക്കെ പറയും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അവളിപ്പം എന്താ പറയുക അധികം വേദനയില്ലാതെ ഉറക്കത്തിൽ അങ്ങ് ഈശ്വരൻ അവളെ വിളിച്ചോട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയും. വല്ലാതെ എല്ലാവർക്കും ഫീലാവും. അപ്പോൾ എന്നിട്ട് ഗീതു പറയും, അവളെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം അവൾ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, അതെ, ആ ഇച്ഛാശക്തി കൊണ്ട് തന്നെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ പറയും. എന്നിട്ട് ഇനി അവൾ അറക്കലേക്ക് വരുമെന്ന് എനിക്കറിയില്ല, അഥവാ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാകും, മനസ്സിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, അവളോട് ആരും ഈ രോഗത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും, ഞാൻ പറയില്ല, ആരെയും പറയാൻ സമ്മതിക്കില്ലെന്നൊക്കെ പറയും. അപ്പോൾ രാധികം പറയും, അവൾക്കിങ്ങനെ റൂമിന് ഇരുട്ടിനെ പേടിയാന്നുള്ള കാര്യം മാത്രമേ കാഞ്ചന എന്നോട് പറഞ്ഞുള്ളൂ, പക്ഷേ ഈ രോഗം ഉണ്ടെന്ന് അറിയില്ല എന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, അവൾക്ക് ശരിക്കും ഇരുട്ടിനെ പേടിയായിട്ടല്ല, അവൾക്കിങ്ങനെ പെട്ടെന്ന് ബോധം കെട്ട് വീണാലോ അല്ലെങ്കിൽ മുഖത്തുനിന്ന് വായുന്ന ബ്ലഡ് വന്നു കഴിഞ്ഞാൽ
കാണട്ടെ എന്ന് വെച്ചിട്ട് തുറന്നു വെക്കുന്നതെന്നല്ലാണ്ട് അവൾക്ക് പേടി ആയതുകൊണ്ടല്ല, ഇരുട്ടിന് പേടി ആയതുകൊണ്ടല്ല, ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ടാണെന്ന് പറയും. എന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ പറയും, എല്ലാവരോടും യാചിക്കും, സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവം. പക്ഷേ രാധികാമ്മയ്ക്കും വരണം അത്ര ഒരു ഇതില്ല. ബാക്കി ഗീതുവിനും രേഖയ്ക്കൊക്കെ ഭയങ്കര ഫീലാവും. ഗീതയും രേഖയൊക്കെ പറയും ഞാൻ അവളുടെ മാപ്പ് പറയാൻ തയ്യാറാണ്, ഇനി ഞങ്ങളാണ് അവളെ ഭയങ്കര കൂടുതൽ സ്നേഹിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിഞ്ഞിട്ട് ഗോവിന്ദ് റൂമിലേക്ക് അങ്ങ് പോകും. എന്നിട്ട് റൂമിലേക്ക് പോയപ്പോൾ കാഞ്ചന ഇങ്ങനെ ഗീതയോട് ചോദിക്കും, എന്നാലും ഗോവിന്ദേട്ടൻ്റെ ആരാവളെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ഇപ്പോൾ രേഖ പറയും ആരായാലും എന്താ, ഇനി അവൾ നമ്മുടെ ഫ്രണ്ടും കൂടിയാണെന്ന് പറഞ്ഞിട്ട് കാഞ്ചന അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകും. എന്നിട്ട് ഗീതു അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകും, ഗോവിന്ദ് പോകും. അപ്പോൾ രാധികാമ്മ പറയും കണ്ണൻ്റെ ഇമോഷൻ കണ്ടിരുന്നു അവളുടെ രോഗത്തെപ്പറ്റി പറയുമ്പോൾ എന്ന് പറയും. അപ്പോൾ വരുൺ പറയും അതെ, അത് വെറും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ഇമോഷനല്ല, അപ്പുറമാണെന്ന് പറയും. എന്നിട്ട് ഗീതു റൂമിൽ പോകുമ്പം ഗോവിന്ദ് ഇങ്ങനെ തലക്ക് കൈ കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധികാമ്മയ്ക്ക് കൂടുതൽ ശത്രുത കൂടും എന്ന് വിചാരിച്ചിട്ടല്ലേ പറയാതിരുന്നേ എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.